ഒരു വീട് എന്ന് പറയുമ്പോൾ ഒരു വീടിൻ്റെ ചുറ്റുപാടുകൾ നല്ല വൃത്തി ഉണ്ടെങ്കിൽ ആ വീട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാവേ. നല്ല മുറ്റൊക്കെ ഇതുപോലെ നല്ല വൃത്തിയിൽ വെച്ച് കഴിഞ്ഞാൽ വീട് ഒരു പ്രത്യേക ലുക്കിന്, ഏത് വീടാണെങ്കിലും ഒരു പ്രത്യേക ലുക്ക് ഉണ്ടാവും കേട്ടോ. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ ഒരു ഹോം ടൂർ കേട്ടോ. ഞങ്ങൾ പണിയെടുത്തൊരു വീടിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞ് താമസമൊക്കെ മാറിണ്ടേ. ഇത് ചേളാരി കേട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ. അതായത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടാവും. ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ നല്ലൊരു വൃത്തിയുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു നല്ലൊരു വീട് കേട്ടോ. അപ്പം ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കട്ടോ. നമുക്ക് ഇവിടെ തന്നെ തുടങ്ങാം. അപ്പോൾ വീട് കുറച്ച് ഒരു 10-20 മീറ്റർ ഉള്ളോട്ടാണെങ്കിലും രണ്ട് ഭാഗത്തും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിയിട്ട് കുറച്ച് ഈ റോഡ് സൈഡിനോട് ചേർന്നിട്ടാണ് ഇതിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത് കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു മതിലാട്ടോ. ഒറ്റ ദിവസം കൊണ്ട് പണി കഴിപ്പിച്ചിട്ടുള്ള നമ്മളെ സിമെൻറ്റിൻ്റെ ബോർഡ് വെച്ചിട്ട് ഇവിടെ ഓരോ പില്ലർ വെച്ചിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യണ ഒരു മതിലാണ്. ഇപ്പുറത്ത് സാധാരണ ചെങ്കലിൻ്റെ മതിൽ, ഞങ്ങൾ കല്ലുകൊണ്ട് കെട്ടി തേച്ച മതിലാണ്. പിന്നെ ഇൻ്റർലോക്കിൻ്റെ സിമെൻറ്റിൻ്റെ കട്ട ആണ് ഫുള്ളായിട്ട് ഈ വീട് വരെ വീടിൻ്റെ മുറ്റത്ത് 4 ഭാഗത്തും ഈ ഇൻ്റർലോക്കിൻ്റെ കട്ടയാണ് പതിച്ചിട്ടുള്ളത്. ഈ ഒരു മതിലിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു മീറ്ററിന് 1200 രൂപയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ആ രീതിയിൽ നീളത്തിൽ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഫുള്ള് ലൈറ്റും സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന മതിൽ, പിന്നെ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ ഈ ഹൈറ്റ് കൂട്ടി പടവ് ചെയ്ത് തേച്ച് റെഡിയാക്കിയ കേട്ടോ. അപ്പോൾ ഈ മതിലിൻ്റെ പണിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അതാണ് വീട്. ഒരു സാധാരണ നോർമൽ വീട്, ഒരു 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട്. അപ്പോൾ വീടിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നല്ല അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു വിശാലതയുള്ള, അത്യാവശ്യം ഓവർ വലിയ മുറ്റമല്ല, എന്നാലും ഒരു പാകമുള്ളൊരു മുറ്റം ഉണ്ട്. മുന്നിലും ഈ ഒരു സൈഡിലും അപ്പുറത്തെ സൈഡിലും ബാക്ക് സൈഡിലും ഉണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു മുറ്റം, ഇതിൻ്റെ ബാക്ക് സൈഡ് അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ 2 ജാതിക്കൻ്റെ മരം ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിൽ നല്ല കായ, ഒരു മരത്തിൽ നല്ല കായ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൽ കായ ഉണ്ടാവില്ല കേട്ടോ. കായ ഉണ്ടാവാത്ത മരമാണ്. ഒരു മരത്തിന് മാത്രമേ കായ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ ഒക്കെ ഇപ്പോൾ അടുത്ത് പണി ചെയ്തതാണ്. ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ. ഓക്കെ, ഒരു കിണർ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. കിണർ നമ്മൾ വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് ഈ ഒരു കിണർ വരുന്നത്. പിന്നെ അവിടെ അമ്മി ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു സംഭവം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നല്ല ഏറ്റവും ഉപകാരമുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് പാത്രം കഴുകാനുള്ള ഒരു കൊട്ടത്തളം. നല്ല വലിയ പാത്രങ്ങളൊക്കെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് വലിയ പാത്രങ്ങളൊക്കെ കഴുകാനും അല്ലെങ്കിൽ നല്ല റഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കൊട്ടത്തളം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കിണറിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള അലക്കുകല്ല്, സാധാരണ ഉള്ള ഒരു അലക്കുകല്ല്. ഇതിപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിലൊക്കെ. പിന്നെ ഇവിടെ ബക്കറ്റൊക്കെ വെച്ചിട്ട് അലക്കാനൊക്കെ നല്ല സുഖമുള്ളതാണ്. പിന്നെ ഫുള്ളായിട്ട് മതിൽ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു അരമതിൽ മാത്രമേ, ഒരു 4 വരിൻ്റെ 4 ഇഞ്ചിൻ്റെ കട്ട കൊണ്ടുള്ള ഒരു മതിലാണ് കെട്ടിയിട്ടുള്ളത്. ഇവിടെയൊക്കെ കുറച്ച് ഉയർന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ ചെങ്കല്ല് പാക്കിട്ട് കെട്ടിയിട്ട് ഉയർത്തി കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ഫുള്ളായിട്ട് ഈ ഒരു മതിൽ കെട്ടിയപ്പോൾ തന്നെ വീട് കാണാൻ രസമുണ്ട്. 4 ഭാഗവും നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വീടിൻ്റെ 4 ഭാഗവും നല്ല വൃത്തിയാക്കി വെച്ചിട്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം ചില്ലിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ മുന്നിലൂടെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഈ വീട് മലപ്പുറം ജില്ലയിൽ ചേളാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് പ്രമോദ് രമ്യ ദമ്പതികളുടെ ഒരു മനോഹരമായ വീടാണ്. അപ്പോൾ 2 സ്റ്റെപ്പ് നീളത്തിൽ, 2 സ്റ്റെപ്പ് സിറ്റ് ഔട്ട് ഫുള്ളായിട്ട് വരുന്നുണ്ട്. നീളത്തിൽ 2 സ്റ്റെപ്പ് വരുന്നുണ്ട്. ഇവിടെ സിറ്റ് ഔട്ടിൽ തന്നെ നല്ലൊരു മരത്തിൻ്റെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല സുഖം കൊണ്ട് ഇരിക്കുകയാണ്. ഈ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇരിക്കുമ്പോൾ നല്ലൊരു സുഖം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നിൽ കയറുന്ന സമയത്ത് മുന്നിലെ വാതിൽ എന്ന് പറയുമ്പോൾ നല്ലൊരു മരത്തിൻ്റെ ഫുള്ളായിട്ട് മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വാതിലാണ്. അത്യാവശ്യം ഈ ചുമരിൻ്റെ അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ വാതിൽക്കാട്ടുള്ള ചുമരിൻ്റെ അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പൊളി ഇരുളിൻ്റെ നല്ല പൊളിയാണ്. 2 പൊളി, ഒരു പൊളി വലുതും ഒരു പൊടി ചെറുതും എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇത് ഒരു ലിവിങ് റൂമായിട്ട് നല്ല മുകളിൽ ജിപ്സത്തിൻ്റെ വർക്കൊക്കെ ചെയ്ത് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു ഷെൽഫ്, ഇവിടെ ഇങ്ങനെ ഫ്ലവർ വെക്കണേ. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഇവിടെയാണ് വരുന്നത്. കോണി ഇവിടെ നിന്നാണ് കയറുന്നത്. കോണി നല്ല ഒറ്റയടിക്ക് നേരെ മെയിൻ സ്ലൈമിക്ക് കയറുന്ന രീതിയിൽ വളഞ്ഞിട്ടാണ് അതിൽ പോണത്. ഈ ഡിസൈന് അത്യാവശ്യം നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ നോക്കുക അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ വളച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു നീറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഈ സീലിങ്ങിൻ്റെ വർക്കൊക്കെ തന്നെ ജിപ്സത്തിൽ ചെയ്തിട്ട് മരത്തിൻ്റെ മോഡൽ പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ 2 റൂമാണ് വരുന്നത്. ഒരു റൂം അവിടെയും വരുന്നുണ്ട്, ഒരു റൂം അപ്പുറത്തും വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഡോറ് തുറന്നാൽ കിച്ചണായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു റൂം, ഫസ്റ്റത്തെ റൂമിലേക്ക് നമുക്കൊന്ന് കയറാം. ഫസ്റ്റത്തെ റൂമിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം സൗകര്യമുള്ള റൂമാണ്. മുകളിൽ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ജിപ്സത്തിൻ്റെ ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 3 കള്ളിൻ്റെ 2 ജനൽ വരുന്നുണ്ട്. ഇതിൻ്റെ ജനലിൻ്റെ ഈ ഒരു അഴി ഒക്കെ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ട് നല്ല അത്യാവശ്യം നല്ല കനത്തിലുള്ള നല്ല ജനലാട്ടോ വന്നത്. ഒക്കെ മരത്തിൻ്റെ ജനലാണ്, നല്ല രീതിയിലുള്ള ജനൽ.
അപ്പോൾ ഇവിടെ ഇതുപോലെ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതിന് ബാത്റൂമിൻ്റെ ഏരിയ ആണ് വരുന്നത്. ഒരു ബാത്റൂം ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ബാത്റൂമിലെ സ്മെല്ലും കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് റൂമിലേക്ക് വരാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ കബോർഡ് വർക്കുകൾ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയ. അവിടെ ഒരു ഡൈനിങ് ടേബിൾ, നല്ല അടിപൊളി ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ഫർണിച്ചറൊക്കെ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഈ ഒരു ചുമര് ഇതുമ്മൽ വാൾപേപ്പർ ഒട്ടിച്ചേട്ടോ, അത് നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഈ ഒരു കോണീൻ്റെ അടിയിലാണ് ഹാൻഡ് വാഷ് വരുന്നത്. ഹാൻഡ് വാഷ് ഏരിയ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. നല്ല സെറ്റായിട്ടുള്ള ഹാൻഡ് വാഷ് ഏരിയ കേട്ടോ. നല്ല ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്, നല്ല സൗകര്യമുണ്ട്. ഇവിടെ നിന്നിട്ട് കൈ കഴുകാനുള്ള കോണി ഇവിടെ ഉണ്ടെങ്കിലും നല്ല സൗകര്യത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല വലിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത റൂമിലേക്ക് ഒന്ന് കയറട്ടോ. അടുത്ത റൂമിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ ഈ ഒരു ചുമര് ഇവിടെയും നമ്മളെ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് ഇവിടെ നല്ലൊരു ഡിസൈൻ ആയിട്ടുള്ള ഒരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത റൂം. അടുത്ത റൂം എന്ന് പറയുമ്പോൾ ഇത് നല്ല സൗകര്യമുള്ള നല്ലൊരു റൂമാണ്. ഒരു ബാത്റൂം ഇവിടെ ഈ രീതിയിൽ വരുന്നുണ്ട്. മുകളിൽ അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് മാത്രമാണ് ഇതിൻ്റെ സീലിങ്ങിനുള്ള ചെയ്തിട്ടുള്ളത്. പിന്നെ ജനവാതിലിനൊക്കെ ഇതുപോലെ കർട്ടൻ ചെയ്തിട്ടുണ്ട്. ജനലൊക്കെ 3 കള്ളി, ഇത് 3 കള്ളി, അത് 2 കള്ളീൻ്റെ കർട്ടനാണ് വന്നിട്ടുള്ളത്. ഈ സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഒരു മിറർ വരുന്നുണ്ട്. ഇതിൽ ചെറിയ ഷെൽഫുകൾ ഇവിടെ ഈ രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയ ആയിട്ട് വേറെ ഇല്ല, എന്നാലും ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കിച്ചൺ അത്യാവശ്യം നല്ല അടിപൊളി കിച്ചൺ ആട്ടോ. നല്ല സൗകര്യമുള്ള നല്ല കിച്ചൺ, നല്ല വൃത്തിയുള്ള നല്ല സൂപ്പർ കിച്ചൺ. അപ്പോൾ ഇതിലൊക്കെ റേക്കൊക്കെ ഇങ്ങനെ വാർത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ബോക്സുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചിമ്മിനി ഉണ്ട്, ഗ്യാസ് അടുപ്പുണ്ട്. പിന്നെ വിറകടുപ്പ് അപ്പുറത്ത് വർക്ക് ഏരിയയിലാണ് വരുന്നത്. പിന്നെ ഇവിടെ മൊത്തമായിട്ട് സ്റ്റോറേജ് ഏരിയയിൽ ഫുള്ളായിട്ട് ഇതുപോലെ ബോക്സ് സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോർ റൂം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ വർക്ക് ഏരിയ വരുന്നത് കേട്ടോ. വർക്ക് ഏരിയ സൂപ്പർ വലിയ നല്ല സൗകര്യത്തോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റിയൊരു വർക്ക് ഏരിയയാണ്. ഒരു വിറകടുപ്പുണ്ട്, വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള സൂപ്പർ വർക്ക് ഏരിയ. 1800 സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏകദേശം ഒരു 1200 സ്ക്വയർ ഫീറ്റ് താഴത്ത് ഈ ഒരു രീതിയിലായിട്ടാണ് വരുന്നത്. ഒരു ഹാളും 2 റൂമും ഒരു കിച്ചണും വർക്ക് ഏരിയയും ആ രീതിയിൽ. നമുക്കൊന്ന് മുകളിൽ കയറി കേട്ടോ. മുകളിൽ ഒരു റൂമാണ് വരുന്നത്. മുകളിൽ ആ കോണി ഒറ്റയടിക്ക് തന്നെ വളഞ്ഞ് മുകളിലേക്ക് കയറുന്ന കോണീൻ്റെ സ്റ്റെപ്പിലൊക്കെ മാർബിൾ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ലാൻഡിങ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ലാൻഡിങ്. ഇത് ഒരു റൂം, ഫസ്റ്റ് റൂം. ഇത് ഓപ്പൺ ഏരിയയിലേക്കുള്ള വഴി. ഓക്കെ, അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുന്ന സമയത്ത് ബെഡ്റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു ബെഡ്റൂം. ഇതിലും 2-3 കള്ളിൻ്റെ ജനൽ വരുന്നുണ്ട്. സീലിങ്ങിന് ഒരു സിമ്പിൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ബാത്റൂം ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഡോറ് തുറന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഓപ്പൺ ഏരിയയിലേക്ക് ഇവിടെ ഷീറ്റ് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. തുണിയൊക്കെ അലക്കിയിട്ട് ചിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഷീറ്റൊന്നും ഇടാത്ത കുറച്ച് ഓപ്പൺ ഏരിയ ഇവിടെയും വരുന്നുണ്ട്. ഇവിടെ ഒരു വാഷ് ബേസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അയൺ ചെയ്യാൻ വേണ്ട ഒരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഈ താഴത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു കോണി നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നല്ല വളഞ്ഞ് വരുന്ന ഈ ഒരു കോണി കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല നല്ലൊരു വൈബ് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു വീട്ടിൽ സൂപ്പർ വീടാണ്. അപ്പോൾ എങ്ങാണ്ട് വീട് ഇഷ്ടപ്പെട്ടില്ല. ഇത് ചേളാരി കേട്ടോ. 1800 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടിന് ഏകദേശം ഒരു 50 ലക്ഷം രൂപേൻ്റെ ചിലവ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫുള്ള് പണി തീരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മതിലിൻ്റെ പണി, അതുപോലെ തന്നെ മുറ്റത്തിൻ്റെ ഇൻ്റർലോക്ക് പണി ഫുള്ളായിട്ട് ഏകദേശം ഒരു 50 ലക്ഷം ആയിട്ടുണ്ട് ഈ ഒരു വീടിന്. എല്ലാം നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ പണി ചെയ്ത വീട് ഫുള്ള് പണി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഹോം ടൂർ ആയിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനി അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിലയേറിയ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു സപ്പോർട്ടായി മാറും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതാണ്. തൽക്കാലം ഈ ഒരു വീഡിയോയോട് നിർത്തട്ടെ.